ഹലോ, ഗുഡ് ഈവനിങ് ഗായ്സ്. ഞാനിതേ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതാണ്. പതിവിലും കുറച്ച് നേരത്തെയാണ് കേട്ടോ ഇന്ന് വീട്ടിൽ വന്നത്. എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് എൻ്റെ ജോലികളൊക്കെ ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ ജോലികളൊന്നും ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പറ്റുന്നത്ര കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. വന്നതേ എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴുകി വെച്ചു. പാല് തിളയ്ക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പാത്രം കഴുകാൻ പോയത്. പാല് കാച്ചൽ കല്യാണം എന്ന് പറയുന്നത് പോലെ മൾട്ടി ടാസ്കിങ് ചെയ്താലേ സമയം ലാഭിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരേ സമയം പല ജോലികൾ ഓടി നടന്ന് ചെയ്താലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. ഞാൻ മാത്രമായിരിക്കുമല്ല, ഒരുവിധം എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അവസ്ഥ. അപ്പോൾ ഇത് നേരെ സന്ധ്യയായി വരുന്നു. വീടൊക്കെ അടിച്ച് വാരിയിട്ട് വേണം വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട്. അപ്പം അടിച്ചൊക്കെ വാരുവാണ്. ഞാനേ എന്തേലും ഒരു പണിക്ക് ഇറങ്ങിയാൽ റൂട്ട് മാറി മറ്റു പല പണികളും ചെയ്തിട്ട് കറങ്ങി തിരിഞ്ഞായിരിക്കും വരുന്നത്. എനിക്ക് ഈ കൈയോടെ ചെയ്യാനുള്ള ജോലികളൊക്കെ ചെയ്ത് തീർത്താലേ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടാണ് ഞാൻ വിശ്രമിക്കാറുള്ളത്. തുണിയൊക്കെ കുറച്ച് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ വാഷ് ചെയ്തു. അത് വിരിച്ചിടുന്നുണ്ട്. രാവിലെ അല്ലെങ്കിൽ ഇതിനൊക്കെ എൻ്റെ ടൈം പോവും. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം വാഷ് ചെയ്ത് വിരിച്ചിടുവാണ്. കഴിഞ്ഞു. ഇതുകൂടെ കഴിഞ്ഞ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒന്ന് കുളിക്കണം. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് വിശന്നിട്ട് വയ്യ. വിശക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം അല്ലേ? അതെ, അതിനുവേണ്ടി ഞാനിത് ചോളത്തിൻ്റെ പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പുട്ടായിട്ട് പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അപ്പച്ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. പുട്ടിന് അടുപ്പത്ത് വെച്ചപ്പോൾ കുറച്ച് വരിക്കച്ചക്ക നല്ല പഴം അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അതുകൂടെ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് അതുകൂടെ മിക്സ് ചെയ്ത് വെറൈറ്റി ആയിട്ട് ചക്കപ്പഴം പുട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലോ കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ചായയും ചോളം പുട്ടും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ബായ്.